ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഗൗണാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 9 തൊട്ട് 10 വയസ്സൊക്കെ വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരളവിലാണ് ഞാൻ ഈ ഗൗൺ ചെയ്തെടുത്തിട്ടുള്ളത്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 1 മീറ്റർ ഇതേപോലെ ഫുൾ സീക്വൻസ് പിടിപ്പിച്ച നെറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 3/4 മീറ്റർ വേണ്ടി വന്നുള്ളൂ, എന്നാലും ഞാൻ എടുത്തപ്പോൾ 1 മീറ്റർ എടുത്തു. നമുക്ക് സ്കേർട്ടിനും ഫ്രില്ല് പിടിപ്പിക്കാനൊക്കെ കൂടി ആയിട്ട് പ്ലെയിൻ നെറ്റ് വന്നിട്ട് ഒരു 10 മീറ്ററും കോട്ടൺ ലൈനിങ് ഒരു 3 മീറ്ററും സാറ്റിനിൻ്റെ ലൈനിങ് വന്നിട്ടൊരു 4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻവിസിബിൾ സിബ്ബർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ ഒപ്പം രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഷോൾഡർ വന്നിട്ടൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ ഹൈനെക്കായിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്കൊരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയുടെ നീളം വന്നിട്ടൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 11.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 12.5 ഇഞ്ചിൽ നമുക്കൊരു പോയിൻ്റ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നീട്ടി വരച്ച് കൊടുക്കാം. നമുക്കിവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് റൗണ്ട് 8.5 കൊടുത്തു. അപ്പോൾ അതിനേക്കാൾ 1 ഇഞ്ച് താഴ്ത്തി 7.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് 1.5 ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് ആ തയ്യൽ തുമ്പും കൂടി ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. നമുക്ക് സൈഡിൽ ഈ താഴത്തെ ഭാഗം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. കഴുത്തകലം വന്നിട്ട് ഒരു 2 ഇഞ്ചും കഴുത്തിറക്കം വന്നിട്ട് ഒരു 2.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് ആക്കി വരച്ചിട്ട് ഇതേപോലെ യു ഷേപ്പിലൊന്ന് കഴുത്ത് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ കൈക്കുഴിയും ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് ഈ മൊത്തം അളവിലൂടെ ഒന്ന് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ നമ്മൾ സിബ്ബ് പിടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു മാർജിൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഈ ഫ്രണ്ട് പീസില്ലേ, ആ ഫ്രണ്ട് പീസ് ഇതേപോലെ ഈ മാർജിനിലേക്ക് ഒപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഔട്ട്ലൈനിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ബാക്ക് നെക്ക് വന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ഔട്ട്ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തു. ഫ്രണ്ട് പീസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ബാക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, ബാക്കിലെ പീസ് മാത്രം നമുക്ക് സെൻറ്റർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് തുണി ഇതേപോലെ ഒന്ന് ഒപ്പം രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തില്ലേ, ആ പീസ് ഇതേപോലെ വെച്ചിട്ട് ഔട്ട്ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ സെൻറ്ററും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കുക. ബാക്കിലത്തെ ലൈനിങ്ങിൻ്റെ മേതെ മെയിൻ ഫാബ്രിക് ഇതേപോലെ വെച്ച ശേഷം നമുക്ക് ഇപ്പോൾ സൈഡ് കൂട്ടി അടിക്കണ്ട. ആദ്യം നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പീസ് തുണി ഇതേപോലെ ഒപ്പം മടക്കിയിട്ട് വിഡ്ത്ത് വൈസ് ഒപ്പം മടക്കിയിട്ട് ലെങ്ത്ത് നമുക്കൊരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയും കൂട്ടിയിട്ട് 6.5 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒരു ലൈൻ നീട്ടി വരച്ചു കൊടുക്കാം. നമ്മൾ കൈക്കുഴിക്ക് കൊടുത്ത അതേ ലെങ്ത്ത് 6.5 ഇഞ്ച് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ക്യാപ്പ് ഹൈറ്റായിട്ടൊരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ മുകൾ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ചും കൂടി ഒന്ന് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 3 ഇഞ്ചും 2 ഇഞ്ചും തമ്മിൽ ഇതേപോലെ സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ ലൂസ് വന്നിട്ട് കൈ ലൂസ് വന്നിട്ടൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പും കൂടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്നുപോലെ നീട്ടി വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ സ്ലീവിന് ലൈനിങ്ങിൻ്റെ താഴത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 സ്ലീവും കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് താഴത്തെ ഭാഗത്തെ വക്കൊന്ന് ഇതേപോലെ അടിച്ചു കൊടുക്കാം. അടിച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ
മറിച്ചെടുക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടി താഴത്തുനിന്ന് കൂട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. എന്നാലാണ് നമ്മളിങ്ങനെ ഇപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒപ്പമായിട്ട് നമുക്ക് ലൈനിങ്ങും കൂടി കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് കുറഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. 2 പീസും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മാറ്റി നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. ബാക്കിലത്തെ ഒരു പീസ് എടുക്കുക, അതായത് ഒരു ലൈനിങ്ങും ഒരു മെയിൻ ഫാബ്രിക്കും. ഇതെടുത്തിട്ട് നമുക്ക് ഇതിനെ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതായത് മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഇതേപോലെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ഈ ലൈനിങ് പീസിന് ഇപ്പോൾ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ലൈനിങ് പീസ് ബാക്കിലല്ലേ ഉള്ളത്, അപ്പോൾ ലൈനിങ് പീസിൻ്റെ ഒപ്പം ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടം തുടങ്ങി ഇവിടം വരെയാണ് കഴുത്തുള്ളത്, ബാക്ക് നെക്ക് വരുന്നത്. ബാക്കിയുള്ള ഭാഗമാണ് ഷോൾഡർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിനെ ഇപ്പുറത്തോട്ട് ബാക്കിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പുറത്തെ പീസും കൂടിയും ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലൈനിങ് അല്ലേ, അപ്പോൾ ഈ ലൈനിങ് തുണിയും തമ്മിൽ ചീത്തവശവും ഇതേപോലെ ഒരുമിച്ച് വെക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഫ്രണ്ട് സൈഡിൽ മെയിൻ ഫാബ്രിക് രണ്ടും തമ്മിൽ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പിൻ ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടം വരെ നമ്മളൊന്നിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഷോൾഡർ കൃത്യമായിട്ട് എത്ര വരെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഭാഗം വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കഴുത്തിൻ്റെ ഇത് കൂട്ടിയടിച്ചെടുക്കണ്ട കേട്ടോ, നമുക്ക് ഇതേപോലെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ടെടുക്കേണ്ടതാണ്. മറിച്ചിട്ടെടുത്ത് കഴിയുമ്പോൾ നല്ല വശത്തും ചീത്ത വശത്തും അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് നല്ല വശത്തും ചീത്ത വശത്തും ഒരേപോലെ തന്നെ നല്ല നീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റേ ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ എല്ലാ സൈഡും ഒന്ന് കൂട്ടിയടിച്ച് കൊടുക്കാം. അങ്ങനെ കൂട്ടിയടിച്ച ശേഷം നമുക്ക് ഇതിലൊന്ന് ഇൻവിസിബിൾ സിപ്പർ വെച്ച് കൊടുക്കാം. ഇൻവിസിബിൾ സിപ്പർ പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറിയാത്തവരപ്പോൾ അതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ഈ സെൻറ്റർ ഭാഗം നമ്മൾ ഷോൾഡർ ലൈനില്ലേ, ആ ലൈനിൽ ഇതേപോലെ രണ്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്തിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റം ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റർ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടറ്റവും നമുക്ക് കറക്റ്റ് ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ ഒരു സൈഡ് കൂടിപ്പോവുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുക അങ്ങനെയൊക്കെ വരും ചിലർക്ക് സ്ലീവ് തമ്മിൽ കൂട്ടിയടിക്കുമ്പോഴേ. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ കറക്റ്റായിട്ട് ഒരുമിച്ച് കൃത്യമായിട്ട് ഏറ്റക്കുറച്ചിലില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ സ്ലീവ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന സിബ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നെക്കിന് കോളർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നെക്ക് റൗണ്ട് ഒന്ന് അളന്നെടുക്കാം. നമുക്ക് വന്നിട്ടൊരു 14 ഇഞ്ചാണ് കിട്ടിയത്. തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 15 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ 15 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസ് നമുക്ക് മെയിൻ ഫാബ്രിക്കിലും, അതായത് നമ്മൾ യോക്കിനെടുത്തില്ലേ ആ പീസിലും ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മെയിൻ ഫാബ്രിക്കിന് ഈ ലൈനിങ്ങിൻ്റെ മേലേക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെക്കുമ്പോൾ ഈ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും നല്ല വശവും തമ്മിൽ ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതിനെ ഇപ്പുറത്തേക്ക് ഇതേപോലെ ഒരുമിച്ച് നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ അരികൊന്ന് കൂട്ടിയടിച്ച് കൊടുക്കാം. ഇപ്പുറത്ത് ഈ മെയിൻ ലൈനിങ് മാത്രമുള്ള തുണി ഉണ്ടല്ലോ, അതിന് നമുക്ക് ഒരു വക്കൊന്ന് ഒറ്റ മടക്കായിട്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി കോളർ ബാൻഡ് നമുക്ക് നെക്കിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ടോപ്പിൻ്റെ നല്ല വശവും ബാൻഡിൻ്റെ കോളറിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെക്കുക. അപ്പോൾ കോളറിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ തള്ളി നീക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ കോളറും നെക്കിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ ഇതേപോലെ നിവർത്തി പിടിച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ അറ്റം തുടങ്ങി
മറ്റേ അറ്റം വരെ നമുക്ക് കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ ഇവിടെയും ഇതേപോലെ കോളർ ബാൻഡ് അരയിഞ്ച് കൂടുതൽ നെക്കിൻ്റെ ഇതിനേക്കാളും അരയിഞ്ച് തള്ളി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോളർ ബാൻഡ് നെക്ക് റൗണ്ടിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഇതേപോലെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ച് വെച്ചിട്ട് നമ്മൾ ഈ അരയിഞ്ച് നീക്കി വെച്ച തയ്യൽ തുമ്പില്ലേ, ആ തയ്യൽ തുമ്പിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിബിൻ്റെ ഇതിലേക്ക് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സിബിൻ്റെ മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യരുത്. സിബിൻ്റെ കറക്റ്റ് അരികിലൂടെ ഈ ലൈൻ കണ്ടോ, ഈ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതേപോലെ ഒന്ന് അകമ്പുറം ഒന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ കോർണർ നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടൊന്ന് പോയിൻ്റ് ചെയ്ത് എടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും 2 ഇതും തമ്മിൽ നല്ല വശത്തേക്ക് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് നമുക്ക് സിബിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതും ഉണ്ടായി കറക്റ്റ് നമ്മൾ ആ സിബിൻ്റെ അവിടെ ചേർത്തിട്ട് സിബിൻ്റെ ആ ഒരു ലൈനില്ലേ, ആ ലൈനിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിറക്കുക. സിബുമ്മിലേക്ക് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നെക്ക് ലെവലിൽ തന്നെ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ഇതേപോലെ മറിച്ചിട്ട് കോർണർ പോയിൻ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇതുപോലെ അകത്തേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ചുളിവില്ലാതെ ലെവൽ ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഈ എഡ്ജിലൂടെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്തെത്തി കഴിയുമ്പോൾ നമുക്ക് കോളറിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി സൈഡും മോൾ ഭാഗവും കൂടി ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. നമുക്കിതിന് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ 2 സൈഡും കൈ ലൂസ് തുടങ്ങി ഈ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് ഇതേപോലെ കോണായിട്ട് മടക്കിയിട്ട് സ്കേർട്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യോക്ക് പീസ് ഇതേപോലെ ഒപ്പം മടക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം വേണം കേട്ടോ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 30 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ഭാഗം കുറച്ചിട്ട് ബാക്കിയുള്ള ലെങ്ത്ത്. ഇനി ഇതിൻ്റെ സൈഡ് കൂട്ടിയടിച്ച് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് 10 മീറ്റർ പ്ലെയിൻ നെറ്റ് ഉണ്ടായിരുന്നില്ലേ, അതിൽ 8 മീറ്റർ എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് 30 ഇഞ്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി 2 മീറ്റർ നമുക്ക് ഫ്രിൽസൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ 8 മീറ്റർ തുണി മൊത്തം പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇത് മൊത്തം നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇടുമ്പോൾ നല്ല ഡെപ്തുള്ള പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് താഴത്തുള്ള ലൈനിങ് കാണാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് യോക്കിൻ്റെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ആ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒപ്പമാക്കിയിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒപ്പം മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് കൂട്ടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 30 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നമ്മൾ 2 മീറ്റർ മാറ്റി വെച്ചില്ലേ, അതും ഇതേപോലെ മടക്കിയിട്ട് 2 ഇഞ്ച് വീതിയിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് നീളത്തിലുള്ള സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നീളത്തിലുള്ള സ്ട്രിപ്പുകൾ എടുത്തിട്ട് ഓരോന്നിൻ്റെയും സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റ് സെൻറ്ററിലായിട്ട് ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഒരു നൂല് മാത്രം ഇതേപോലെ വലിച്ചിട്ട് നമുക്ക് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചുരുക്കുകൾ ഇടുമ്പോൾ കട്ട കുത്താതെ ഒരേ ലെവലിൽ കട്ട കുത്താതെയും അതേപോലെ തന്നെ പിരിഞ്ഞു പോകാതെ നമുക്ക് ഇതേപോലെ തന്നെ ഒരേ ലെവലിൽ ഓരോ സ്ട്രിപ്പുകളും നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം, ചുരുക്കുകൾ ഇട്ടെടുക്കാം. ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതേപോലെ ചുരുക്കിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് സ്കേർട്ടും യോക്കും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്കേർട്ടിൻ്റെ സൈഡ് കൂട്ടിയടിച്ച് ജോയിൻ ചെയ്ത ആ ഭാഗമില്ലേ, ആ ഭാഗവും യോക്കിൻ്റെ സിബിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് വക്ക് കൂട്ടിയടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ നെറ്റൊന്ന് ഇതിന് ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് യോക്കിൻ്റെയും സ്കേർട്ടിൻ്റെയും വക്ക് വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ സൈഡ് കൂട്ടിയടിച്ചില്ലേ, ആ കൂട്ടിയടിച്ച ഭാഗവും സിബിൻ്റെ ഭാഗവും കൂടി ഇതേപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ രണ്ടിനും നല്ല വശം തമ്മിൽ ചേർത്തിട്ട് വക്കുകൾ ലെവൽ ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഈ സാറ്റിൻ്റെ ലൈനിങ് കൂടി ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോട്ടൻ്റെ ലൈനിങ് പിടിപ്പിക്കാം. ആദ്യം നമുക്ക് നെറ്റിൻ്റെ ലെയർ യോക്കുമായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം സാറ്റിൻ സിൽക്കിൽ ചെയ്ത ലൈനിങ് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം കോട്ടൺ ലൈനിങ് പിടിപ്പിച്ച് കൊടുക്കുക. ഈ ഓർഡറിലാണ് നമ്മൾ യോക്കും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. യോക്ക് നമുക്ക് ഇതേപോലെ ഹൈനെക്കായിട്ട് തന്നെ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. അതുപോലെ ഫ്രണ്ടിൽ വേസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു ബട്ടർഫ്ലൈ ബോ കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ വക്ക് നമുക്കൊന്ന് റോൾ ഹെം ചെയ്തെടുക്കാം. താഴത്തെ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ചുരുക്കുകളിട്ട് വെച്ച സ്ട്രിപ്പുകളില്ലേ, അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുക. അത് കഴിഞ്ഞാൽ തേർഡ് ലെയർ, അങ്ങനെ മൊത്തം 3 ലെയർ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചുരുക്കിട്ടെടുത്ത പീസ് നമ്മൾ ഇത് ജോയിൻ ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്തുനിന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റൗണ്ട് കഴിയണത് കറക്റ്റായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ ഈ ചുരുക്കിട്ട പീസ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനേക്കാളും താഴ്ത്തി വെക്കരുത്. കറക്റ്റ് ഒരേ ലെവലിൽ പിടിച്ചിട്ട് ഈ ചുരുക്കിട്ട പീസിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ചെയ്തെടുത്ത ഒരു സ്ട്രിപ്പ് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് മേലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അത് പിന്നെ സെപ്പറേറ്റ് ജോയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നെറ്റിൻ്റെ പ്ലീറ്റുകളല്ലേ, ചുരുക്കുകളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ലെവലായിട്ട് തന്നെ നിന്നോളും. സ്കേർട്ട് ജോയിൻ ചെയ്ത ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് അടുത്ത ലെയർ ഇതേപോലെ അതിൻ്റെ മേതെ വെച്ചിട്ട് കറക്റ്റ് ഒരേ ലെവലിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് റൗണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തേർഡ് ലെയറും വെച്ച് കൊടുക്കാം. നമ്മൾ ലെയേഴ്സ് കൂടുതൽ വെക്കണതിനനുസരിച്ചിട്ട് തിക്നെസ്സും നല്ല കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റും ഫ്രില്ല് പിടിപ്പിച്ച് കൊടുക്കാം താഴത്തെ ഭാഗത്ത്. ബാക്കി വരുന്ന തുണി വെച്ച് നമുക്ക് ഇതുപോലെ ഹെയർ ബാൻഡോ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.